കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് സൈബർ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്ന വ്യാജ ജോലികൾ വാഗ്ദാനം ചെയ്ത് പ്രവർത്തിക്കുന്ന മനുഷ്യക്കടത്ത് സംഘങ്ങളുടെ ഇരകളായി മലയാളി യുവത്വം മാറുന്ന കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. തെക്കൻ ജില്ലകളിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ വടക്കൻ ജില്ലകളിലേക്കും ഇക്കൂട്ടർ പിടിമുറുക്കിയിരിക്കുകയാണ്. സുഹൃത്തായും ബന്ധുവായുമൊക്കെ വന്ന ചതിയന്മാരുടെ വലയിൽപ്പെട്ട ഒരു കൂട്ടം വടകരക്കാരുടെ കഥ കേൾക്കൂ. ഇത്രയും 7ഓളം ആളുകൾ ഇവിടെ കംബോഡിയയിൽ നസറുദ്ദീൻ ഷാ, അനുരാഗ്, റസിൽ, മുഹമ്മദ് റസിൽ, അതിരത്, തൊടനൂരിലുള്ള അതിരത്, പാലക്കാടുള്ള നസറുദ്ദീൻ ഷാ, കുറുന്തോടിയുള്ള അനുരാഗ്, മറ്റേ സ്ഥലം കറക്റ്റ് പേര് സ്ഥലം പയനമലുള്ള തൊടനൂർ പയനമലുള്ള അനുരാഗ്, എടത്തുങ്കര അനുരാഗ്, അതിരത് എന്നീ 4 വ്യക്തികളെ ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ഈ കമ്പനിയിൽ വിൽക്കുകയാണ് സംഭവിച്ചത്. ഇപ്പം ഞങ്ങൾ മൊത്തത്തിൽ കുടുങ്ങിയിട്ട് വല്ലാത്തൊരവസ്ഥയിലുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഞങ്ങൾ ജീവനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ എല്ലാത്തിനും ഉത്തരവാദി ഈ 4 വ്യക്തികളാണ്. നാളെ ആള് ബാക്കി ഉണ്ടാവുമെന്നും കൂടി അറിയില്ല. ജീവനോട് ഇല്ലെങ്കിൽ ഇത് കാണുന്ന ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ കയ്യിലെത്തിക്കണം. തായ്ലൻഡിൽ നിന്നും കംബോഡിയയിലേക്ക് കൊണ്ടുപോകാനാണ് എന്ന് യുവാക്കൾ മനസ്സിലാക്കിയ ആ സമയത്താണ് തട്ടിപ്പിന് തങ്ങൾ ഇരയായി എന്ന് മനസ്സിലാക്കുകയും ഇവിടെ നിന്നും കംബോഡിയയിലേക്ക് പോകുന്ന വഴി ഒരു ഡ്രൈവറാണ് ഇവരെ രക്ഷിച്ച് ഇന്ത്യൻ എംബസിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ഞാനും എൻ്റെ ഒരു 6 ഫ്രണ്ട്സും കൂടെ കഴിഞ്ഞ ഒരു മാസം മുന്നേ കംബോഡിയയിൽ പോയിട്ട് ട്രാപ്പായി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ജോലി നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പക്കാ സ്കാമിങ് ജോലിയായിരുന്നു. ഞങ്ങളത് ചെയ്യാത്തതിനാൽ ഞങ്ങളവർ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ചിലപ്പോൾ ഞങ്ങൾക്ക് ആ ജോലി ചെയ്ത് നല്ല സാലറി, ഹൈ സാലറി ഒക്കെ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു, അബോവ് 1 lakh. അത് ഞങ്ങൾ ചെയ്യാതെ തിരിച്ച് നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഏറെ ഭീതിജനകമായ സാഹചര്യത്തിലൂടെയാണ് ഇവർ അവിടെ കടന്നുപോയത്. അവർ അവിടെ നിന്നും രക്ഷപ്പെട്ട കഥ അവരിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. ഞങ്ങൾ ആദ്യം പോയത് 5 പേരാണ്. ഞാൻ, അനുരാഗ്, അതിരത്, മുഹമ്മദ് റസിൽ. ഞാൻ ഈ ഡിപ്ലോമ ഇൻ ടൂൾ ആൻഡ് എഞ്ചിനീയറിംഗ് ആഫ്റ്റർ +2 കഴിഞ്ഞിട്ട് പോയതാണ്. അത് കഴിഞ്ഞ് 1 year ഇന്റേൺഷിപ്പ് ഉണ്ട് ഹൈദരാബാദിൽ. അത് 1 year കഴിഞ്ഞ് പിന്നെ 6 month ചെന്നൈയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 6 month കോഴ്സ് എടുക്കാൻ എറണാകുളത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, CNC പ്രോഗ്രാമിങ്ങിൽ. ആ ടൈമിലാണ് ഈ നാട്ടിൽ വരുന്നതും പിന്നെ കൂടുതൽ ഇതിനെപ്പറ്റി അറിയുകയും ചെയ്യുന്നത്. ഞാനും വേറൊരു സ്കൂൾ വർക്ക് ചെയ്യുന്നതിനും ആ സമയത്ത് നാട്ടിൽ വന്ന്. ഞാൻ ഡിപ്ലോമ MLT ഞാനിവിടെ ബിമലിലെ സ്റ്റാഫായിരുന്നു മാരുതിയിൽ. ഞാൻ BBA കഴിഞ്ഞതാണ്. SBI വർക്ക് ചെയ്തു. ആളുകളെ പറ്റിക്കൽ ഇതിൽ പറ്റിക്കുക, കോൾ സെന്ററിൽ പോയി ആളുകളെ പറ്റിക്കലും പിന്നെ ഗെയിം ഇതാക്കലും, അതിലാണ് ഗെയിമിങ്, മാട്രിമോണി. ഈ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ റമ്മി സർക്കിൾസ് എല്ലാം പോലത്തെ ഗെയിമില്ലേ, അതൊക്കെ നോർമലി ലീഗലാണ്. അപ്പോൾ ഈ ഒരു ജോലി എന്നൊക്കെയാണ്. പിന്നെ സെയിൽസ് ആൻഡ് അഡ്വർടൈസ്മെന്റ്, അതൊക്കെ ലീഗൽ ജോലിയാണ്. അതൊക്കെ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. ഹൈ സാലറി ഒക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് പോയില്ല? ഓരോരുത്തരുടെ കണ്ണീര് കണ്ടിട്ട് ആ പൈസ നമുക്ക് ആവശ്യമില്ല. ഞങ്ങളെല്ലാവരും അവസാനം ഈ ഒരു കമ്പനിയിൽ വന്ന് പെട്ട്. ഫസ്റ്റ് വന്ന ഞങ്ങളും, രണ്ടാമത് വന്ന ഈ അശ്വന്ത് ബാബുവും പിന്നെ അഭിനവും പിന്നെ ഈ സെമിലൊക്കെ ഞങ്ങളെല്ലാവരും കൂടി 7 ആൾക്കാർ ഒരു കമ്പനിയിലായി. അങ്ങനെ അവിടെ എന്ന് വെച്ചാൽ വനം പ്രശ്നം വെച്ചാൽ സ്കാമിങ് തന്നെ വെച്ചാൽ നല്ല രീതിയിൽ ടോർച്ചറും കാര്യമെല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങളവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല, തിരിച്ച് നാട്ടിൽ പോകണമെന്ന് പറഞ്ഞ സമയത്ത് ഒരു ദിവസം ഈ അനുരാഗിനോട് ഞങ്ങൾ പറഞ്ഞു. അന്നേരം അനുരാഗ് ഞങ്ങളോട് പറഞ്ഞ്, നിങ്ങൾ ഇനി നാളെ രാവിലെ ഡ്യൂട്ടിക്ക് കയറണ്ട, ഞാൻ നിങ്ങളെ കൂട്ടാൻ വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ജോലിക്ക് പോകാണ്ട് നിന്ന് അങ്ങനെ റൂമിൽ നിന്ന് ഡ്യൂട്ടി ടൈമിൽ ഞങ്ങളെ പോയില്ല. അങ്ങനെ ഞങ്ങളെ കാണാണ്ടായ സമയത്ത് അവിടുന്ന് ഓഫീസിൽ നിന്ന് ആൾക്കാർ ഞങ്ങളെ നോക്കാൻ വന്ന്. അങ്ങനെ ഞങ്ങൾ പോയി. എന്നിട്ട് ഞങ്ങൾ അവിടുത്തെ ബോസിനോട് കാര്യം പറഞ്ഞു, ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, തിരിച്ച് നാട്ടിലേക്ക് കൊണ്ട് ഞങ്ങൾ ഏജൻറ്റിൽ നിന്ന് വരും, അവനെ ഇറക്കുന്നു പറഞ്ഞു. അങ്ങനെ കുറേ നേരം കാത്തു നിന്ന് അങ്ങനെ വരാണ്ടായ സമയത്ത് ഞങ്ങൾ ഓഫീസിൻ്റെ അപ്പുറത്തുണ്ട് വേറെ റൂമുണ്ട്, അവിടെ ഇട്ട് പൂട്ടിയിട്ട് രാവിലെ ഒരു 10 മണി തൊട്ട് രാത്രി 8 മണി വരെ ഒരേ നിർത്തും. വെള്ളമില്ല, ഫുഡില്ല. അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഷോക്ക് അടിപ്പിച്ച് ഇവനെയും പിന്നെ അരുണസേനയും പിന്നെ മലപ്പുറത്തുള്ള പൊന്നാനിയുള്ള അജ്മലിന് ഷോക്ക് അടിപ്പിച്ച്. ഒരു സ്റ്റിക്ക് പോലത്തെ ഒരു സാധനം ഉണ്ട്, പോലീസുകാരുടെ കയ്യിലൊക്കെ കാണുന്നില്ല, അങ്ങനത്തെ ഒരു സാധനം. ബാത്റൂമിൽ പോകാൻ സമ്മതിക്കില്ല, വെള്ളം കുടിക്കാൻ. ആരൊക്കെ കുടിച്ചു വെച്ച ബോട്ടിൽ വെള്ളം ഉണ്ടായിരുന്നു പകുതിയൊക്കെ ഉള്ള, അതൊക്കെ എടുത്ത് കുടിച്ച്. യൂറിന് ഒഴിച്ചെന്ന് വെച്ചാൽ ഈ ബോട്ടിലിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് അരക്ക് വെക്കണം, പുറത്ത് കണ്ടാൽ അടി കിട്ടും. എന്നിട്ട് ഇവനെ ഒഴിച്ചിട്ട് അങ്ങനെ അവൻ്റെ അരക്ക് വെച്ചതായിരുന്നു. അങ്ങനെ അതിനുശേഷം പിന്നെ ഒരു 10 ദിവസത്തോളം
ഞങ്ങളെ റൂമിൽ തന്നെ പൂട്ടിയിട്ട് ഞങ്ങളുടെ ഫോണും കാര്യമൊക്കെ മേടിച്ച് വെച്ച് ഞാനും അരുണും വേറെ റൂമിലായിരുന്നു. ഞങ്ങൾ 7 ആൾക്കാർ ഒരേ റൂമിലിട്ട്, ഇവരുടെ റൂമിൽ വേറെ പുറത്തുള്ള ആൾക്കാരുണ്ട്, അവരെ മാറ്റി ഞങ്ങൾ 7 ആൾക്കാർ ഒരേ റൂമിലിട്ട് റൂമിൻ്റെ 2 സൈഡിൽ 2 ഡോർ ഉണ്ടാവും. അവിടെ 2 സെക്യൂരിറ്റീസ്, AC-ൻ്റെ റിമോട്ട് മേടിച്ച് കഴിഞ്ഞ് ഷീറ്റിട്ട റൂമാണ്, ഭയങ്കര ചൂടായിരിക്കും. പിന്നെ അവർക്ക് തോന്നുന്ന സമയത്ത് മാത്രം ഫുഡ് തരും, വെള്ളം തരും, അത് മാത്രം. അങ്ങനെ ലാസ്റ്റാണ് ഞങ്ങൾ അവിടുന്ന് ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുവന്നത്. അവിടുന്ന് പിന്നെ 2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അടിയും കാര്യം. അവിടുന്ന് പിന്നെ ഒന്നുമില്ല. അടിയെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അടിച്ചു. എൻ്റെ കൈക്ക് ഫ്രാക്ചർ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ബാൻഡ് ഇട്ടിട്ടാണുള്ളത്. പിന്നെ മലപ്പുറത്തുള്ള അജ്മൽ എന്ന് പറഞ്ഞ ഉള്ളിയില്ല, അവൻ്റെ കൈ പൊട്ടിപ്പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് സർജറി ചെയ്തതാണ്. പിന്നെ എറണാകുളത്തുള്ള റോഷൻ്റെ കാലിൻ്റെ അപ്പൻ്റെ ഇവിടെ, പിന്നെ ഇവൻ്റെ കാലിൻ്റെ ഇവിടെ 4 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ആ ലിക്കർ ബോട്ടിൽ കൊണ്ട് അടിച്ചിട്ട് മുറിഞ്ഞത്. തലക്കടി കിട്ടി, എന്നിട്ട് ലിക്കർ ബോട്ടിൽ പൊട്ടിയിട്ട് കാൽമര വീണ്. നിങ്ങളുടെ ചുറ്റിനും കുറേ ഇതുപോലത്തെ സ്കാമിങ് നടക്കുന്നുണ്ടാവും. നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ നിങ്ങളെ പല സ്ഥലത്തേക്ക് കൊണ്ടുപോയേക്കാം. അതിലൊന്നും ചെന്ന് പെടാതിരിക്കുക. കുറച്ച് കാലമായിട്ടൊരു പ്രവണതയാണ് ഫോഴ്സ്ഡ് ക്രിമിനലൈസേഷൻ. അതായത് ധാരാളം ചെറുപ്പക്കാരെ തായ്ലൻഡ്, കംബോഡിയ, വിയറ്റ്നാം, പ്രധാനമായിട്ടും തായ്ലൻഡിൽ കൊണ്ടുപോയിട്ട് കടത്തുന്ന രീതി. എന്നിട്ട് അവിടെ ക്രിമിനലൈസേഷന് സ്കാം നടത്താൻ വേണ്ടി അവർ ഉപയോഗിക്കുക, IT കോൾ സെൻറ്ററും മറ്റും ഉപയോഗിക്കുക. അങ്ങനെ നിരവധി പേര് സ്വയം രക്ഷപ്പെട്ടിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഈ വടകര താലൂക്കിൽ മണിയൂരിൽ 7ഓളം ചെറുപ്പക്കാർ അവർ വളരെ പ്രയാസപ്പെട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരു ഭീകരമായ രീതിയിൽ അവർക്ക് പീഡനങ്ങൾ പോലും ഏൽക്കേണ്ടി വന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് വളരെ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതുണ്ട്. പൊതുസമൂഹത്തിൽ ഉണ്ടാവേണ്ട ഒരു ബോധവൽക്കരണം അത് അവിടെ നടക്കേണ്ടത്. സർക്കാർ ഈ കാര്യത്തിൽ വളരെ ഗൗരവമായിട്ട് ഇടപെടേണ്ടതുണ്ട് സർക്കാരുകൾ. ഇവർ വന്നപ്പോൾ ഇവരുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവരെ സഹായിച്ചു. MLA-മാരും MP ഒക്കെ ഇവരെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കംബോഡിയയിൽ ഇന്ത്യൻ എംബസിയും സഹായിച്ചു. കംബോഡിയയിലെ ഇന്ത്യൻ എംബസി സഹായിച്ചുകൊണ്ടാണ് ഇവരെത്തിയിട്ടുള്ളത്. അവിടെ ഇവർ രക്ഷപ്പെട്ടെത്തിയ കഥയൊക്കെ അവർ പറയുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. വലിയ പ്രയാസം അനുഭവിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതിൽ പ്രധാനമായിട്ട് സർക്കാരുകൾക്ക് വലിയ പങ്ക് ഉണ്ട്. ഓപ്പറേഷൻ ശുഭയാത്ര എന്നുള്ളതൊന്നും കൂടെ ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതാണ്. അതോടൊപ്പം പറയാനുള്ളത് ഇന്ത്യ സർക്കാരിന് കുറേയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇന്ത്യ സർക്കാരിനാണല്ലോ വിദേശകാര്യത്തിൻ്റെ ചുമതല. അവർ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇതിപ്പോൾ യുവതികൾ ഉൾപ്പെടെ പെട്ടിരിക്കുന്ന പറഞ്ഞത് അവരെ കൊണ്ട് നിർബന്ധപൂർവം അവരെ കൊണ്ട് ക്രിമിനലായിട്ടുള്ള പണികൾ ചെയ്യിക്കുകയാണ്. ഇല്ലെങ്കിൽ ഭീകരമായ പീഡനം, ഷോക്കടിപ്പിക്കുക തുടങ്ങിയ പീഡനമാണ് അവർക്ക് ഏൽക്കേണ്ടത്. അപ്പം അതിൽ ഇന്ത്യ ഗവൺമെൻറ്, വിദേശകാര്യ വകുപ്പ് വളരെ ശക്തമായിട്ട് ഇടപെടേണ്ടതുണ്ട്. അത്തരം ആരൊക്കെയാണ്, ഏതൊക്കെയാണ് കംബോഡിയ അല്ലെങ്കിൽ വിയറ്റ്നാം ബോർഡറിൽ ഒക്കെ ഏതൊക്കെ മേഖലകളിലാണ് ഇവരുള്ളതെന്നുള്ള എല്ലാവർക്കും അറിയുന്നതാണ്. അവിടുത്തെ ഗവൺമെൻറ്റിന് അറിയാം. അപ്പോൾ സർക്കാർ തലത്തിൽ ഗവൺമെൻറ് ടു ഗവൺമെൻറ് ഇത് ശക്തമായിട്ട് ഈ കാര്യത്തിൽ ഇടപെട്ട് നടപടി എടുപ്പിച്ചില്ലെങ്കിൽ ഇനിയും ആളുകൾ ഇങ്ങനെ പെടും. അതൊരു കാര്യം. 2, ഇവരുടെയൊക്കെ ഡാറ്റ, നാട്ടിലുള്ള ബാങ്കുകളുടെ കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റയാണ് കൊണ്ടുപോകുന്നത്. ആ ഡാറ്റ ഇവിടുന്ന് കൃത്യമായിട്ട് ഇവിടുന്ന് പോവാണ്. ഇവരുടെ ആധാർ കാർഡ് നമ്പർ ഉൾപ്പെടെ, അക്കൗണ്ട് നമ്പർ ഉൾപ്പെടെ പോയിട്ടാണ് ഇവരെ പറ്റിക്കുന്നത്. അപ്പോൾ ഡാറ്റ എങ്ങനെ പോകുന്നു ഇതൊക്കെ അന്വേഷിക്കേണ്ട വിഷയമാണ്. ഇവിടുന്ന് കൃത്യമായിട്ട് ഡാറ്റ ബാങ്കുകൾ അന്വേഷിക്കണം. അത് ഒന്നുകൂടി അവരുടെ സെക്യൂരിറ്റി സിസ്റ്റം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിന്, കേന്ദ്ര ഗവൺമെൻറ്റിന് വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സംസ്ഥാന സർക്കാരും ബോധവൽക്കരണം മാത്രമല്ല, ഓപ്പറേഷൻ ശുഭയാത്ര ഒന്നുകൂടെ ശക്തമാക്കണം എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. NRA കമ്മീഷൻ ഈ വിഷയത്തിൽ സർക്കാരിന് ഇതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് നൽകും. അതിനുള്ള NRA കമ്മീഷൻ്റെ ചെയർമാനോട് മറ്റും മറ്റത് ചെയ്യും.